സ്വകാര്യ ചിട്ടി രംഗത്തെ തൊഴിൽ ഉറപ്പുവരുത്തണമെന്ന് നോൺ ബാങ്കിംഗ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എംപ്ലോയീസ് അസോസിയേഷൻ. ചിട്ടി മേഖലയിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നയങ്ങൾ മൂലം സ്വകാര്യ ചിട്ടി വ്യവസായം വൻ പ്രതിസന്ധി നേരിടുകയാണെന്നും പുതിയ കുറികൾ തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ മേഖലയിലെ ചെറുതും വലുതുമായ സ്ഥാപനങ്ങളും തൊഴിലാളികളും വലിയ വെല്ലുവിളികൾ നേരിടുകയാണെന്നും ഇക്കാര്യങ്ങൾ പരിഗണിച്ച് ഈ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നോൺ ബാങ്കിംഗ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എംപ്ലോയീസ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സിയാവുദ്ദീൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി രതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. MS വിനയകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KK പ്രദീപ് കുമാർ സ്വാഗതവും അഭിലാഷ് നന്ദിയും പറഞ്ഞു. സ്ഥാപനങ്ങളും അവർക്ക് തോന്നിയതുപോലെ ബോണസ് കൊടുക്കുന്ന രീതിയാണ്. 7,000 കൊടുക്കും, 8,000 കൊടുക്കും, അതിനൊന്നും വ്യവസ്ഥയില്ല. എന്നാൽ സംഘടന വന്നതിന് ശേഷം കൃത്യമായി അവർക്ക് അർഹതപ്പെട്ട ബോണസ് കിട്ടിയില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങാൻ അവർക്ക് ധൈര്യം ഉണ്ടായത് നമ്മൾ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും ലീവ്, നമുക്ക് ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് ലീവ് ഉണ്ടായിരുന്നു. ഒരു കാലത്ത് എന്താ സ്ഥിതി, മാനേജറോ അല്ലെങ്കിൽ മേലെയുള്ള ആരാണോ മുതലാളി, ആ മുതലാളി പറയുന്നതിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. നാളെ ഈ മേഖലയിൽ നിൽക്കാൻ പറ്റില്ല, നമ്മൾ തിരിച്ചുവിടും. എന്നാൽ ഇപ്പോൾ യൂണിയൻ വന്നതിന് ശേഷം നമുക്ക് അർഹതപ്പെട്ട ലീവുകൾ, എത്ര ലീവുകളുണ്ട്? ഒരു വർഷം നമുക്ക് 49 ലീവ് ഉണ്ട്. 49 ലീവ്, ആനുവൽ ലീവ്, സിക്ക് ലീവ്, കാഷ്വൽ ലീവ്, അതുപോലെ നാഷണൽ ഫെസ്റ്റിവൽ ഹോളിഡേസ് ലീവ്, ഇതൊക്കെ നമുക്ക് അർഹതയുണ്ട്. ഈ കേരളത്തിലെ എല്ലാ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും ഇത്തരം ലീവുകൾ, അനുവദിച്ച ലീവുകൾ അവർക്ക് ലഭിച്ചത് എങ്ങനെയാണ്? നമ്മുടെ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. വലിയ സമരങ്ങളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളെല്ലാം സിയാവുദ്ദീൻ സഖാവ് സൂചിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ 2016 ഈ സംഘടന ആരംഭിച്ച ഘട്ടം മുതൽക്ക് തന്നെ മാനേജ്മെന്റ് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഒട്ടനവധി ആളുകളെ കേരളത്തിന് പുറത്തേക്കും അതുപോലെ വിദൂര സ്ഥലങ്ങളിലേക്കും സ്ഥലം മാറ്റുകയും തിരിച്ചുവിടുകയും അവർക്ക് തന്നെ പ്രതികാര നടപടി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഈ സംഘടനയെ, CITUവിനെ ഇത്തരം മേഖലകളിൽ നിന്ന്, ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന CITU യൂണിയനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എല്ലാ മാനേജ്മെന്റുകളും